ഒന്നുകൂടി. ഒന്നാം ക്ലാസ്സിലെ ഷഹാന ബോർഡിൽ നീണ്ടൊരു അലിഫ് എഴുതി, മുകളിൽ ചെറിയൊരു ഫതഹ എഴുതി. അപ്പോൾ എന്താ വായിക്ക? ആ എന്നാണ് വായിക്ക. എല്ലാവരും ഒന്നിച്ച് വായിച്ചേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒന്നാം ക്ലാസ്സിലെ WM സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. കുട്ടികൾ മദ്രസയിൽ ഇപ്പോൾ അലിഫ് എന്ന ആദ്യാക്ഷരം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത്, അറബി എഴുതുമ്പോൾ നോട്ട്ബുക്കിൻ്റെ റൈറ്റ് ഭാഗത്ത് നിന്നാണ് എഴുതേണ്ടത്. സാധാരണ ഇംഗ്ലീഷ്, മലയാളം, മറ്റ് ഭാഷകളൊക്കെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് എല്ലാം. നമ്മൾ എ എന്നൊക്കെ എഴുതി വരുമ്പോൾ, ഇനി ക്യാപിറ്റലാക്കി എഴുതുമ്പോൾ അത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് എഴുതി വരിക. ഇനി മലയാളത്തിലെ ആ എന്ന് എഴുതി വരുമ്പോഴും നമ്മൾ എഴുതി വരിക ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്. എന്നാൽ അറബി എഴുതേണ്ടത് റൈറ്റ് സൈഡിൽ നിന്നാണ്. അത് കുട്ടികളെ നന്നായി പരിശീലിപ്പിക്കണം. അധികം ആളുകൾക്കും അറിയാം, രക്ഷിതാക്കൾക്കും അറിയാം. ഇനി ആരെങ്കിലും അറിയുന്നില്ലെങ്കിൽ അവർ കൃത്യമായി കുട്ടികളെ അത് ബോധ്യപ്പെടുത്തണം. ക്ലാസ്സിൽ നിന്ന് പരമാവധി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടിയും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. റൈറ്റ് സൈഡിൽ നിന്നാണ് എഴുതി വരേണ്ടത്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് എഴുതുമ്പോൾ നമുക്കറിയാം അക്ഷരങ്ങളും വലതു ഭാഗത്ത് നിന്ന് തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതി കൊടുത്തത് അലിഫാണ്. അലിഫ് മുകളിൽ നിന്ന് താഴോട്ട് കുത്തനെ ഒരു വര, കുറിയ വര, ഒടിവുമില്ല, ചെരിവുമില്ല, കുത്തനെ ഒരു വര. ഇങ്ങനെയാണ് നാം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അലിഫ് നേരെ താഴോട്ട്. ഇങ്ങനെ അലിഫ് എഴുതി കഴിഞ്ഞാൽ ഫതഹ് എഴുതുന്നുണ്ട്, വളരെ ശ്രദ്ധിക്കണം. കുട്ടികൾ ഫതഹ് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. താഴ്ന്ന് മേലോട്ടൊക്കെ എഴുതാൻ സാധ്യതയുണ്ട്. ടീ പോലെ ടച്ച് ചെയ്തിട്ട് എഴുതാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അല്പം ചെരിക്കാതെ ഇങ്ങനെ ടീ പോലെ കൃത്യമായിട്ട് എഴുതുന്നു. അങ്ങനെയല്ല, ഫതഹ് എഴുതേണ്ടത് അല്പം ചെരിച്ചാണ്. വലത് ഭാഗത്തുനിന്ന് ഇടത്തോട്ട് അല്പം അലിഫിന് മുകളിലായി അലിഫിന് ടച്ച് ചെയ്യാത്ത വിധത്തിൽ ഇങ്ങനെ എഴുതുക. ഓക്കെ, ഇങ്ങനെ അല്പം ചെരിച്ചാണ് എഴുതേണ്ടത്. ഏകദേശം മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അലിഫ് ഫതഹ് ആ, അലിഫ് ഫതഹ് ആ, അലിഫ് ഫതഹ് ആ, ഇങ്ങനെ എഴുതി വരണം. ഇങ്ങനെ ഒരു ലൈൻ ഫുള്ളായി കഴിഞ്ഞാലാണ് അടുത്ത ലൈനിലേക്ക് വരേണ്ടത്. അതും റൈറ്റ് സൈഡിൽ തന്നെയാണ് വേണ്ടത്. അലിഫ് ഫതഹ് ആ, ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എഴുതി വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. കുട്ടികൾക്ക് ക്ലാസ്സിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതങ്ങനെ തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി രക്ഷിതാക്കളെ ശ്രദ്ധിക്കണം. അല്ല തിരിച്ചാണ് എഴുതുന്നതെങ്കിൽ വലിയൊരു മിസ്റ്റേക്കാണ് കുട്ടികൾ പഠിക്കുക. അത് പിന്നീട് തിരുത്താൻ വലിയ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് പ്രത്യേകം രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.